ഉസ്താദ്മാരെ ചിലവുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഉറങ്ങാതെ എത്രയും നിന്ന് ഉറങ്ങിയാൽ അങ്ങോട്ട് എണീറ്റ് കിട്ടാൻ പണിയാട്ടോ. അങ്ങനെ നേരത്തെ തന്നെ എണീറ്റാണ്ട് കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ആയാലും ഉസ്താദ്മാർ കുറച്ചാണെങ്കിലും കുറച്ച് തോനെ കൊടുത്തുവിട്ടില്ല മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ അവർക്ക് ബാക്കിയായിരിക്കും, എന്നാലും മനസ്സിനൊരു ഇടങ്ങാറാട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ കറിയാണ്, ഒരെന്നും ചിക്കൻ കറി തന്നെ കൂട്ടൽ. അപ്പോൾ ബീഫറ്റ് വാങ്ങണമെന്ന് വെച്ചാൽ സുബ്ഹിക്ക് പോകണം. അപ്പം പോലും കൊണ്ടുവന്ന് ഉണ്ടാക്കലും എല്ലാം കൂടി എനിക്ക് നടക്കൂല. അത് വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് തന്നെ ചിക്കൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇതാക്കണ കേക്ക് വൃത്തിയാക്കുകയാണ് ചിക്കന്. അപ്പോൾ ഉസ്താദ്മാർക്ക് അപ്പോൾ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ സാധാരണ നമ്മൾ കുക്കറിലൊന്നും കോഴിക്കറി വെക്കലില്ല കേട്ടോ, ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പം പിന്നെ മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് മദ്രസ പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് വിടും. അപ്പോൾ പിന്നെ വേഗം ചായക്ക് വരുവര്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഉള്ളി വാട്ടിയിട്ടോ. പിന്നെ ഉള്ളി വാട്ടിയതിന് ശേഷം ചിക്കൻ വേവാൻ വേണ്ടി ഞാൻ കുക്കർ മൂടുന്നില്ല കേട്ടോ. വേഗം ഇതാക്കണം. കുക്കറിലേക്ക് ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അരമുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടോ. പിന്നെ അതിലേക്ക് ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടില്ല, ഫസ്റ്റ് കുറച്ച് ഇട്ടിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കേങ്ങും കൂടി, കേങ്ങ് നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ഇട്ടാൽ ഒന്നായിട്ട് കലപിലാന്നായിട്ട് വെന്തോ കിട്ടും. അതുകൊണ്ട് ലാസ്റ്റാണ് ഞങ്ങൾ കേങ്ങ് ഇടുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞാൻ കുക്കർ മൂടി വെച്ചിട്ടല്ല കേട്ടോ വേവിക്കുന്നത്. കാരണം അതിൻ്റെ രസം കിട്ടണമെങ്കിൽ മൂടി വെച്ച് കുക്കറിൽ വെച്ചാൽ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാം കൂടി ഇളക്കി കൂട്ടാൻ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി അവിടെ ഇളക്കി കൂടുമ്പം ഞാൻ വേഗം പത്തിരിപ്പൊടി എടുത്തിട്ട് നല്ലോണം കുഴച്ച് പരത്തി ചുടാനെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ പണി. അപ്പോൾ പത്തിരി കുറച്ച് അത്യാവശ്യം നല്ലോണം ഉണ്ട്. പിന്നെ ഞാൻ സാധാരണ ഇന്ന് 2 ടൈപ്പ്, ഒന്നെങ്കിൽ പുട്ടോ അല്ലെങ്കിൽ നൂൽപുട്ടോ എന്തെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കൂട്ടോ, അല്ലെങ്കിൽ പൂരിയോ ഒക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടിയില്ല, ഒന്ന് എക്സാം ആയതുകൊണ്ട് കൂടുതൽ നേരം അവർക്ക് നിൽക്കാൻ നേരം ഉണ്ടാവില്ല. അതാക്കണ കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. പാത്രം കൊണ്ട് ഒരു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കൊടുത്തുവിടാൻ കേട്ടോ. അപ്പോൾ ഇതിൽ തട്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക ചെയ്യുക കേട്ടോ. പണ്ട് എൻ്റെ അമ്മോന് മുസ്താദായെന്ന് ഞാൻ മദ്രസിൽ അമ്മോൻ്റെ കൂടെ ആയിരുന്നു, സ്കൂൾ അമ്മോനാക്കി തരല കേട്ടോ. അപ്പോൾ അമ്മോൻ്റെ ക്ലാസ് കഴിയട്ടെ വിചാരിച്ചിട്ട് നിൽക്കുമ്പം അമ്മോനും ആടുന്ന് എനിക്ക് മദ്രസിൽ കൊണ്ടുവന്ന പത്തിരിയും കറിയൊക്കെ എനിക്ക് തരികയായിരുന്നു കേട്ടോ. ഓരോരുത്തരിങ്ങനെ കഴിഞ്ഞിട്ട് മുലയിറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അന്നത്തെ ആ പത്തിരിൻ്റെ രസം ഭയങ്കര ഒരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെയാണല്ലോ അല്ലേ ഉസ്താദ്മാർക്ക് കൊടുക്കണേ. എനിക്ക് വല്ലാണ്ട് ഭയങ്കരമായിട്ട് വെപ്പൊന്നും അറിയില്ലാലും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നല്ല ടേസ്റ്റിലാക്കി കൊടുക്കൽ കേട്ടോ. രസം ഉണ്ടാകലുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, പണ്ട് എൻ്റെ അമ്മോൻ്റെ ആ മദ്രസിൽ നിന്ന് ഞാൻ ആ തിന്ന പത്തിരിൻ്റെ രുചിയൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കുത്തിയിരുന്നു കേട്ടോ. അത്രയും ഭംഗിയല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഓർക്കാം, ജീവിതത്തിൽ അതൊക്കെ തന്നെ ഒരു രസമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ്. മറ്റൊരു വീഡിയോ വരെ ബൈ.